ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓവൻ എങ്ങനെ ബേക്കിങ്ങിന് മുമ്പ് പ്രീഹീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബേക്കിംഗ് ടൂൾസിനെ പറ്റി കാണിച്ചിരുന്നു. ഇതാണ് ഓവൻ്റെ 3 നോബുണ്ട് നമ്മുടെ ഓവന്. അതിൽ നമുക്ക് ആദ്യം ടെമ്പറേച്ചർ അത് ഒരു 180 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെക്കണം. രണ്ടാമത് കാണുന്നതാണ് സെലക്ഷൻ ബട്ടൺ. അത് നമ്മൾ ബേക്കിംഗ് സെലക്ട് ചെയ്ത് വെക്കണം. മൂന്നാമത് കാണുന്നതാണ് ടൈമർ. നമുക്ക് ഓവൻ ഒരു 10 മിനിറ്റാണ് മിക്കവാറും ബേക്കിങ്ങിനൊക്കെ പ്രീഹീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 10 മിനിറ്റ് നമുക്ക് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ 3 ബട്ടണും സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് കേക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലെയുള്ള ഒരു പാത്രം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും. നമ്മൾ സാധാരണ ഇഡലിയൊക്കെ ചെയ്യുന്ന പാത്രമാണിത്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് വിതറിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ പാത്രം നല്ലതുപോലെ അടച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതുപോലെയും നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന ടിൻ എങ്ങനെ റെഡിയാക്കിയെടുക്കാം എന്ന് നോക്കാം. ഇത് കേക്ക് ടിന്നായിട്ട് ഞാൻ വാങ്ങിയതല്ല, എൻ്റെ പ്രഷർ കുക്കറിൻ്റെ ഒരു സെപ്പറേറ്ററാണ്. അകത്ത് വയ്ക്കുന്ന ഒരു പാത്രമാണ് അത്. ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി എടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പാത്രങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അളവിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടിന്നിൻ്റെ ഷേപ്പിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഞാൻ സിസേഴ്സ് കൊണ്ട് അതൊന്ന് മാർക്ക് ചെയ്യാണ്. ഇത് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത ടൂൾസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തവർ ഒന്ന് കാണുക. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിലെ വയ്ക്കാനുള്ള ബട്ടർ പേപ്പർ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലേക്കുള്ള ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായി ജസ്റ്റ് നമുക്ക് എത്ര വേണമെന്നൊന്ന് നോക്കാം. ഏകദേശം അതിലും നമ്മുടെ സൈഡിൻ്റെ അളവിലും അല്പം കൂടി കൂട്ടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മടക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേഗം ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഒന്ന് മടക്കി കഴിയുമ്പോൾ. ആ ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത ലൈൻ അവിടെയുണ്ട്. ഒന്നുകൂടി നോക്കിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് കേക്ക് എങ്ങനെ ബേക്ക് ചെയ്യാമെന്നും അതിൻ്റെ അളവുകളെക്കുറിച്ചും ഞാൻ വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സൈഡിലേക്കുള്ളതും റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് അളവിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടിന്നിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഓയിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓയിൽ വെക്കണം എന്നില്ല, എല്ലായിടും ഒന്ന് എത്തത്തക്ക രീതിയിൽ സ്പ്രെഡ് ചെയ്യാം. ഇതുപോലെയുള്ള ബ്രഷ് നിങ്ങളുടെ കയ്യിലില്ല എന്നോർത്ത് കുഴപ്പമില്ല, നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സൈഡിൽ കൂടി ഇതുപോലെ വെച്ച് കൊടുക്കാം. സൈഡിൽ വെച്ചില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് വളരെ ഈസി, സൈഡിൽ കൂടി വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. കേക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. നമുക്ക് എക്സ്ട്രാ ഒരല്പം നിൽക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും ഒതുക്കി വെച്ചാലും മതി, കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. കേക്ക് ടൂൾസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് കേക്കിൻ്റെ മെഷർമെൻറ്റ്സും എങ്ങനെ ബേക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം.